ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്നല്ല, നമുക്ക് രാവിലെ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുള്ളൂ, 10:30, 11 ആയിട്ടുള്ളൂ. അപ്പോൾ ഗായ്സ്, നമ്മൾ പഠിക്കപ്പെട്ടാ. അപ്പോൾ ഗായ്സ്, ഒരു കാര്യം പറയാനാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗിവവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിവവേക്ക് നമ്മൾ ഗിവവേയുടെ വിന്നേഴ്സിനൊക്കെ നമ്മൾ ഇല്ല, ലാസ്റ്റ് വീഡിയോന്റെ വിന്നറേയും കൂടെ ഈ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്താം. ഇപ്പൊ നമ്മുടെ ടോട്ടൽ ഗീവ് അവേക്ക് വിന്നർ ആയവരെല്ലാവരെയും ഈ വീഡിയോയിൽ കാണിക്കാട്ടോ. ടൂർ പോയ വീഡിയോയിൽ എന്തെങ്കിലും ഒരു മൊമെന്റ് എടുത്തിട്ട് കമന്റ് ആയിട്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ പേര് അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും കുറെ പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് ലാസ്റ്റ് വീഡിയോയിലും നമ്മൾ 2 ദിവസം കൊടുത്തു. അങ്ങനെ എന്തെങ്കിലും കമന്റുകൾ വരുമോന്നും കൂടെ നോക്കാനായിട്ട്. പക്ഷെ അങ്ങനെയുള്ള കമന്റുകൾ അധികം ഉണ്ടായിരുന്നില്ല, കുറച്ചുള്ളൂ. അങ്ങനെയുള്ള കമന്റ് ഇല്ല. അതായത് നമ്മുടെ വീഡിയോ ഫുള്ള് കണ്ടിട്ട് അതിൽ എന്തെങ്കിലും ഒരു മൊമെന്റ് എടുത്തിട്ട് അങ്ങനെ കമന്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ അധികം ആരും ഇങ്ങനെ കമന്റ് ഇട്ടിട്ടില്ല. പക്ഷെ ഞാൻ അതിൽ നിന്നും കൂടെ നോക്കിയിട്ട് നമ്മൾ അതിൽ നിന്നും കൂടെ വിന്നറേയും കൂടെ മൊത്തം ടോട്ടൽ നമുക്ക് ഗീവ് അവേയിൽ എത്ര പേര് വിന്നർ ആയിട്ടുണ്ട് നോക്കിയിട്ട് ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്കും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ കുഞ്ഞാറ്റ മാളൂസ് വേൾഡ് ഒഫീഷ്യൽ എന്നാണ് നമ്മുടെ ഇൻസ്റ്റ അക്കൗണ്ടന്റ് ID, കുഞ്ഞാറ്റ മാളൂസ് വേൾഡ് ഒഫീഷ്യൽ. അതിൽ ലാസ്റ്റത്തെ ലേറ്റസ്റ്റ് റീലിന്റെ അടിയിൽ ഗീവ് അവേ എന്നൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മെസ്സേജ് ചെയ്യാം. അപ്പൊ എനിക്ക് ഫുൾ അഡ്രസ്സ് വേണം, കോണ്ടാക്ട് നമ്പർ വേണം. പിന്നെ നിങ്ങൾ ഇട്ട കമന്റ് അല്ല, നിങ്ങൾ ഏത് കമന്റ് ആണോ ചെയ്തിട്ടുള്ളത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടും അയച്ചുതരണം. അപ്പോൾ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഒരുമിച്ച് ഗിഫ്റ്റ് അയക്കാനായിട്ട്. എല്ലാവർക്കും വിന്നേഴ്സ് ആയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ കാണിക്കാം നമ്മുടെ മൂന്നാമത്തെ എല്ലാവരും ടോട്ടലുള്ള വിന്നേഴ്സിനെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാം. ഫസ്റ്റത്തെ കന്യാകുമാരി വ്ളോഗ് പാർട്ട് 1 തൊട്ട് കുഞ്ഞാറ്റ ഇവിടെ ഉണ്ട്. കുഞ്ഞാറ്റ ഉറക്കത്തിൽ എണീറ്റ് അപ്പോ നല്ല മഴയാണ്, ഭയങ്കര കാലാവസ്ഥയാണ്. കുറച്ചു നേരം മഴ പെയ്യാതെ മഴ പെയ്യില്ല. നല്ല ക്ലൈമറ്റ് ഇപ്പൊ. അപ്പൊ ഞങ്ങൾ ചോദിച്ച റെയിൻകോട്ട് ഉണ്ട്. പുറത്തേക്ക് പോയാൽ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങിട്ടൊക്കെ വരില്ല മാള്. പറയാ പാലക്കാട് പോകണമെന്ന് മമ്മിക്ക് ഇപ്പൊ മഴയത്ത് അറിയില്ല. ഞങ്ങള് ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. വെറുതെ ഇരിക്കുമ്പോ എനിക്ക് എന്തോ പോലെയാ, എവിടേക്കിനും പോവാൻ തോന്നും. മാളുമാണ് എന്റെ പാർട്ട്ണർ. പാർട്ട്ണറാണ് കേട്ടോ. കുഞ്ഞാറ്റിനെ കൊണ്ട് പോയിട്ടില്ലേ ഒരുമിച്ച്? ഇപ്പൊ മഴ ആയതുകൊണ്ട് അവക്ക് പിന്നെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല ജലദോഷാ, ചുമയുണ്ട് ചെറുതായിട്ട്. പിന്നെ മഴയത്ത് കൊണ്ടുപോയിട്ട് വയ്യാണ്ട് വരണ്ട. അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. വീട്ടിലിരിക്കുമ്പോ സുഖല്ലേ. പിന്നെ ഫസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് വന്നായിരുന്നു. വേറെ ഒറ്റ സ്കൂളിലും കിട്ടിയിട്ടില്ല മാളുവിന്. ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല, ഫസ്റ്റില് വരുമ്പോ നോക്കാം. ധൃതി പിടിച്ചിട്ട് ആരും ഓടിപ്പോയിട്ട് അഡ്മിഷൻ എടുക്കണ്ട. അതെന്തായാലും കിട്ടും, എല്ലാവർക്കും കിട്ടും. മാളുവിനും കിട്ടും വിശ്വസിക്കണു. ലാസ്റ്റ് അറ്റക്കൈ പ്രയോഗം നടത്താം ലാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ, അല്ലേ മാളു? അമ്മയുണ്ടോ കേസില്ലേ നെയിൽക്കട്ടറിന്റെ എന്നാണ് പറഞ്ഞത്. ഗീവ് അവേക്ക് വിന്നറായവര് മറക്കാതെ ഇൻസ്റ്റയില് ഗീവ് അവേ എന്ന് മെസ്സേജ് ചെയ്യാട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തോളാം. എല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് അയക്കാനായിട്ട്. കൊടുക്കാം. എന്ത് ഗീവ് അവേ വിന്നർ കൊടുക്കാട്ടോ. അപ്പൊ എല്ലാവരും മെസ്സേജ് അയക്കാം. ഗീവ് അവേ ഇട്ടാ മതി. ഞങ്ങള് മെസ്സേജ് ചെയ്യാം. ഒന്ന് ഫോളോ ചെയ്തിട്ട് ഗീവ് അവേ ഇട്ടോളൂട്ടാ. കാരണം ഫോളോ ചെയ്താലേ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ.
അപ്പോൾ ഗൈസ് നമ്മൾ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ മാളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മമ്മ പറഞ്ഞു മഴയൊക്കെ ആവും, അതിനാണ് മുമ്പ് നമുക്ക് എവിടേക്കെങ്കിലും ഞങ്ങളിപ്പോൾ ഇതുവരെ പോവാത്തൊരു സ്ഥലത്തേക്ക് പോകാനാണ് വിചാരിച്ചത്. വാഴാനി ഡാമിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല പൊരിഞ്ഞ മഴ എന്തായാലും വരും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇപ്പോൾ റെയിൻകോട്ടില്ല. അന്ന് ഞങ്ങൾ കന്യാകുമാരി പോയപ്പം ഒരു ബാഗ് മിസ്സായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബാഗിലായിരുന്നു എല്ലാവരുടെയും റെയിൻകോട്ട്. അപ്പോൾ അത് പോയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വേറെ റെയിൻകോട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും റെയിൻകോട്ട് വാങ്ങാമെന്ന്. അങ്ങനെ റെയിൻകോട്ട് വാങ്ങാൻ കയറിയപ്പോൾ അവിടെ റെയിൻകോട്ടില്ല. അപ്പോൾ കുട വാങ്ങി. ഗൈസ് നമുക്ക് കോട്ടില്ല. കോട്ടൊക്കെ ഞാൻ പറഞ്ഞില്ല അന്ന് കന്യാകുമാരി പോയപ്പോൾ കളഞ്ഞു. അപ്പോൾ ഇവിടെ കോട്ട് വാങ്ങാൻ കയറിയപ്പോൾ ഇവിടെ കോട്ട് രണ്ടുണ്ട്. പക്ഷേ 2 കോട്ടുള്ളൂ. മമ്മിക്ക് വാങ്ങി പച്ച കളറിലുള്ള കോട്ട്. ലാസ്റ്റ് കുട വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ്. കോട്ട് വാങ്ങണം. ഗൈസ് മമ്മ കോട്ട് വാങ്ങാൻ പോയിക്കാണ് ഗൈസ്. കോട്ട് ഗൈസ് നല്ല മഴ പെയ്യുന്നുണ്ട്. കോളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ നാട് വിട്ടു പോകാൻ പോവാണ്. വേറെ കളർ ഇടായിരുന്നു. ഈ കളറിന്റെ കുഴപ്പം അല്ല പാൻറ്. വാ വേഗം വാ. മുടി നനയും. മഴ പെയ്യുന്നു. നല്ലൊരു മഴ പെയ്തു. അടിപൊളി മഴ. കുഴപ്പമില്ല, നല്ലുണ്ട്, തൂവലുണ്ട്. അടിപൊളി മഴ പെയ്തു. അടിപൊളി മഴ. അമ്മ നേരത്തെ പറഞ്ഞോളൂ എക്സ്പ്രസ് ട്രെയിൻ വന്നത്. വണ്ടി പാർക്കിങ്ങിൻ്റെ അടുത്ത് ഗൈസ് ഞങ്ങളങ്ങനെ വണ്ടി ഓടിച്ച് എവിടെത്തി? വാഴാനി ഡാമിലെത്തി ഗൈസ്. അപ്പൊ ഞങ്ങള് മഴയുണ്ട്, തൂളുണ്ട്. നല്ലതാണ്. മമ്മിക്ക് മഴയത്ത് വരാനാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്കും അതാണ് ഇഷ്ടം. ഇവിടെ എത്തി? വാഴാനിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കടയുണ്ട്. ഇവിടെ എന്തിട്ടുള്ള നോക്കിട്ട് വരാം. അത് ഇതിന്റെ ടിക്കറ്റ് എടുത്തിട്ട് കയറണം. ഒരു സൂപ്പ് കുടിക്കാൻ ഒരു അതും കഴിഞ്ഞു പോയി. അവിടെ നിന്ന് നമ്മൾ വിട്ടുപോയി. അപ്പൊ നമുക്ക് ഇവിടെ എന്തിട്ടുള്ളത് നോക്കാം. മുട്ട ബജി ഗൈസ്, ഇവിടെ മുട്ട ബജി ഉണ്ട്. എനിക്കാണെങ്കിൽ മുട്ട ബജി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. മമ്മിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ് കണ്ടോ, കടിക്കും കഴിക്കാം. അല്ല ടിക്കറ്റ് എടുക്കാണ്ട് ഇങ്ങനെ നടക്കണേ. ടിക്കറ്റ് എടുക്കണം ഗൈസ്. കണ്ടോ, ഈ മല കയറിയിട്ട് വേണം ടിക്കറ്റ് എടുക്കും. എന്തിനാണ് ടിക്കറ്റ് എടുക്കണതിന് ഇത്ര ഹൈറ്റിൽ കൊണ്ട് വെച്ചേക്കണത്? എടുത്തോട്ടാക്കി വയ്യണ്ട് വരാൻ. എടുക്കൂ. ഞാനാണിപ്പോ വലിയ ആള്, മമ്മയാണിപ്പോ കുഞ്ഞു കുട്ടി അല്ലേ? ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടു. നിന്റെ തുണി ടിൻറ്റു എന്തേ അപ്പോ ഉണ്ടായിരുന്നാ ഗായ്സ് മമ്മ ചില്ലാതെ പറക്കിട്ടാണ് ഇവിടെ ഗൂഗിൾ പേ ഇല്ല ഗൈസ്. അപ്പൊ വരുന്നത് ശ്രദ്ധിക്കുക. വണ്ടി പാർക്ക് ചെയ്യാൻ 10 രൂപയുണ്ട് 2 വീലർ ആണെങ്കിൽ. അതെ ഗൈസ് എല്ലാത്തിനും പൈസ. നമുക്ക് കയറാം. എന്റെ ഫോണൊക്കെ നനഞ്ഞു, തുള്ളികളാ നിറച്ച് ഫോണില്. പക്ഷെ നമ്മുടെ ഫോൺ വാട്ടർ പ്രൂഫാന്നൊക്കെ പറയുന്നു. വാഴാനി പക്ഷെ നമ്മ കൊട എടുത്തുണ്ടാ? പക്ഷെ നമ്മ കൊട എടുത്തുണ്ട്. വെറുതെ മമ്മയുടെ ഫോൺ വീഡിയോ എടുക്കുമ്പോ നമ്മ ഷോർട്സ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മ കൊട എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ജലദോഷം, പനി, അത് ഇതൊക്കെയാണ്. അപ്പോ ചിലപ്പോ മഴ കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഞങ്ങൾക്കും പനിയൊക്കെ വരും. കഴിഞ്ഞു ഗൈസ്, എല്ലാവർക്കും പനിയാണ്. ആ ഒരു ടൂറ് കഴിഞ്ഞ് വന്നേ പിന്നെ എല്ലാവർക്കും ഓരോ അസുഖങ്ങളാ. ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ അയ്യോ മമ്മി വരുമോ? എന്താ അവിടെ ഗൈസ്? ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്. ഈ ഭ്രാന്താണ്. മഴ പോയിട്ടോ, മഴ കുറഞ്ഞു. എന്നാലും നമ്മള് വെറുതെ ഒരു രസത്തിന് കോട്ടിട്ട് കയറി ഗൈസ്. അപ്പോ ഇതുവഴി ഇങ്ങനെ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഒരു സ്റ്റേജ് പോലൊരു സംഭവം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നണേ. ആണോ? ഗൈസ് പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാം ഇവിടെ എന്തെങ്കിലും നടക്കണ്ടെങ്കിൽ. പക്ഷെ ഇപ്പൊ മഴയൊക്കെ ആയിട്ട് ആകെ മഴ എന്നല്ല, ആകെ ഒരു മാതിരി കിടക്കണേ ഭംഗിയിലൊക്കെ. പക്ഷെ ആ വരച്ച പടത്തിനൊരു കുഴപ്പമില്ല കേട്ടാ. നഖം വലുതായിട്ടോ. മമ്മി ഇനി നമ്മള് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് ഇങ്ങനെ നടന്ന് എവിടേക്കിലൊക്കെ പോവാ. ഇത് കൂടെ കയറി ഇവിടെ കൊറേ സ്ഥലങ്ങളുണ്ട് ഇരിക്കാൻ. പിന്നെ കൊറേ ഊഞ്ഞാലുണ്ട്. ഇനി നമ്മൾ അവിടേക്ക് പോവാണ്. നമുക്ക് വളഞ്ഞു പോകാൻ വയ്യാതെ നമുക്ക് കുട്ടികൾ പോകണം. കുറച്ച് അഡ്വഞ്ചറസ് ആണ്. അഡ്വഞ്ചർ ഗൈസ് അവിടെ കൂടാ. ഗൈസ് കോട കണ്ടോ? നമ്മ ഇവിടെ ടാസ്ക് ചെയ്യാൻ പോണ്. കുഞ്ഞു ഞാൻ അടിയിലെത്തൂട്ടാ. അടെ ഇതെങ്ങനെ പൊട്ടി മമ്മ വീണ് കഴിഞ്ഞാ എനിക്ക് വയ്യ എടുത്തുകൊണ്ടുപോയി. ഞാൻ എടുത്തുകൊണ്ടുപോയില്ലേ ഗൈസ്. ചെരിഞ്ഞ് കിട്ടിയായിരുന്നു. ഭയങ്കര നീളുണ്ട് സംഭവം. കുഞ്ഞോട്ടൊക്കെ കാണാം ഗൈസ്. കോട് നോക്കൂ, കോട വരുന്ന കണ്ടോ? ഞാനും മമ്മിയും മാത്രമേ സിംഗിളുള്ളൂ. മമ്മി വിഷമുണ്ടോ? ഞാനും മമ്മി മാത്രമേ സിംഗിൾ ആയിട്ടുള്ളൂ. മമ്മിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ മമ്മ അത് പുറത്തിറക്കാത്തതാണ് ഗൈസ്. സിംഗിൾ ആയതിന്റെ വിഷമം അമ്മയ്ക്ക് നല്ല പോലെ ഉണ്ട്. പക്ഷേ സിംഗിളാണ് വൈബ് അല്ലേ? അപ്പോ നമുക്കിനി കയറി പോവാം. കോട കളിച്ചോ. അങ്ങനെ നമ്മൾ മുകളിലെത്തിയപ്പോഴാണ് ഗായ്സ് ഒരു നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഇവിടെ വെള്ളം ഇങ്ങനെ കിടക്കാണ് വെറുതെ. ഇവിടെ ഡാമൊന്നുമില്ല. ഡാമെന്ന് പറയുന്ന വെള്ളം ചാടണ്ടേ.
ഇതിങ്ങനെ കിടക്കാണ്. അടി വെള്ളം ആവണുള്ളൂ. ഗൈസ് ഓ മൈ ഗോഡ് നല്ല രസം. ഹായ് നല്ല രസം. അവിടെ വരെ പോണം കേട്ടോ നമ്മുടെ ക്യാമറ. നമുക്ക് ഗൈസ് മഞ്ഞ് അവിടെ മഞ്ഞ് നിൽക്കുന്നുണ്ട് കോട. എൻ്റെ ഫോണില് സ്റ്റോറേജ് ഭയങ്കര കുറവാണ്. പറയും കുറേശ്ശെ എടുത്താൽ മതി. പിന്നെ മാളോ കട്ട് ചെയ്തിട്ട് വിഷമാവണു. ഭയങ്കര കുറവാണ് സ്റ്റോറേജ്. ആകെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഉള്ളു. എന്നാലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഞാൻ വേഗം ഫ്ലോ മാറ്റി ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒന്നും. ഒരു അടിപൊളി മഴ പെയ്തു. അതിൽ നമ്മുടെ കോടയൊക്കെ പറന്നു പോയേനെ. അപ്പൊ കേറിക്കോ, കുഴപ്പമില്ലാന്നുണ്ട്. ഗൈസ് ഇപ്പൊ നമ്മൾ നടക്കാണ്. കൊറേ ഇവിടെ കാണാൻ. അതെ, പക്ഷെ ഞങ്ങൾ എല്ലാத்தைയും പോണില്ല. ഞങ്ങൾ പോവാണ്. ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഉച്ചക്ക് ഒന്നും കഴിച്ചു. ഇനി വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇനി ഫുഡൊക്കെ കഴിക്കണം. പിന്നെ എനിക്ക് ചില വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഫോണിൽ ഗൈസ് സ്റ്റോറേജിൻ്റെ പ്രശ്നം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഒരു അൽത്താസിൽ കയറിയിട്ട് ഞങ്ങൾ ഷവർമയൊക്കെ കഴിച്ചു. ഞാനല്ല വീഡിയോ എടുത്തത്, ഇത് മമ്മയുടെ ഫോണിലെടുത്ത വീഡിയോ ആണ് ഗൈസ്. അപ്പം എനിക്ക് സെൻഡ് ചെയ്തിട്ട് ഞാൻ ഇതിലിപ്പോൾ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ ആരും ഗിവ് അവേയുടെ കാര്യം മറക്കരുത്. അപ്പം എൻ്റെ ലാസ്റ്റ് ഇട്ട് വീഡിയോൻ്റെ അടിയിൽ ഇപ്പോൾ ഗിവ് അവേ വിന്നേഴ്സായ എല്ലാവരും വന്നിട്ട് കമൻറ്റ് ഇടാം ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ അത് നോക്കി അവരുടെ അക്കൗണ്ടിൽ വന്നിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നതായിരിക്കും. എല്ലാവരും കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റൊക്കെ അയച്ചു തരുന്നതായിരിക്കും വേഗം തന്നെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ തന്നെ വിളിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.